നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തരായ രണ്ട് ചിത്രകാരി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ചേർത്തല സ്വദേശികളായ അനിൽ രഘുനാഥും ഭാര്യ സൗമ്യയും ചേർന്ന് ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഇവർ ചിത്രകലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് ഇവരുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അനിൽ രഘുനാഥ് എന്നാണ്. ഞാൻ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ക്യാമറ അങ്ങനെയുള്ള വർക്കുകളുടെ കോൺട്രാക്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ മ്യൂറൽ വരകളും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. മ്യൂറൽ പഠിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, വൈഫ് ആദ്യം മ്യൂറൽ പഠിക്കാനുള്ള താല്പര്യം കാണിച്ചപ്പോൾ വൈഫിൻ്റെ കൂടെ പോയി. അങ്ങനെയാണ് കേരളത്തിലെ പ്രശസ്ത ചിത്രകാരൻ ശ്രീ സജി അരൂരിനെ ഞാൻ പരിചയപ്പെടുകയും സജി അരൂരിൻ്റെ ശിക്ഷണത്തിൽ എൻ്റെ പഠനം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രശസ്തനായ നമ്മുടെ മഹർഷി ഋഷിതുല്യനായ വാര്യർ സാറിൻ്റെ ശിഷ്യനാണ്. ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ സജി അരൂരാണ് നമ്മുടെ ഇതിനുള്ള ബേസ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത്. ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് അനിലാണ്. അനിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് മനോഹരമായി നിറം നൽകുന്നത് സൗമ്യയും. നമസ്കാരം, ഞാൻ സൗമ്യ അനിൽ രഘുനാഥ്. ഞാൻ പ്രൊഫഷണലി ഒരു ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഞങ്ങളിപ്പോൾ തൈക്കാട്ടുശ്ശേരിയിൽ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് നടത്തുവാണ്. ലിബോസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ ആരംഭിച്ചത് FBയിൽ ഒരുപാട് സജി അരൂർ എന്നുള്ള മാഷിൻ്റെ കുറേ പിക്ചറുകളും അത് അങ്ങനെ കണ്ട് മാഷിനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ അരൂരുള്ള സജി ഗായത്രി ആർട്സ് അവിടെ പഠിക്കാനായിട്ട് ചേരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോൾ 2.5 വർഷത്തോളമായിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മളിപ്പോൾ കുറേ ചിത്രങ്ങൾ വരച്ചു. ഇപ്പോൾ ആവശ്യക്കാർ നമ്മളോട് ഇപ്പോൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട് ചിത്രങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചിത്രങ്ങളൊക്കെ ഓരോരുത്തർക്കും ചെയ്തു കൊടുത്തു. ഇത് നമ്മുടെ ജ്ഞാനസ്രോതത്തിലെ ശക്തി പഞ്ചാക്ഷരി പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ വരച്ചതാണ്. വെൺമഴു, മാൻ, അഭയമുദ്ര, ഭാരതമുദ്ര, ശിവന്റെ ഇടത്തെ തുടയിലിരിക്കുന്ന ശ്രീ പാർവതി, ഗണപതി, മുരുകൻ, നന്ദി എന്നിവരെ വരച്ചിരിക്കുന്നത്. കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ചുവരിൽ ചെയ്തിരുന്ന ഒരു ചിത്രമാണ്. അത് വർഷങ്ങൾക്ക് മുന്നേ നാച്ചുറൽ കളറിൽ ചെയ്തിരുന്നതാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആക്രിലിക് കളർ അല്ലാതെ നാച്ചുറൽ കളറിൽ ചെയ്തിരുന്നത്. ഞങ്ങൾ ആ പിക്ചർ ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്താണിത്. ഇതിൻ്റെ പേര് വിദ്യാഗോപാല മന്ത്രം ചിത്രമാണിത്. അതിലാണ് നമ്മൾ ഈ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഫിനിഷ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വർക്കുകൾ ഇനി ബാക്കിയുണ്ട്. കാരണം ഇതിലിപ്പോൾ ഇവരുടെ ബോഡിയിൽ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. കുത്തുകളിലൂടെയും രേഖകളിലൂടെയുമാണ് നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ എല്ലാവരും അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളെല്ലാം ഫിനിഷായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ചെയ്യാറുണ്ട്. ഓരോ വരകളിലും നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് അതിൻ്റെ ഷെയ്ഡുകളിടും. അങ്ങനെ അതൊന്നും ഇതിന് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് വർക്ക് ബാക്കിയുള്ള ഒരു ചിത്രമാണിത്. ഇതൊരു മോൻ്റെ വർക്കാണ്. അവനും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. ഇപ്പോൾ +2 പഠിക്കുകയാണ്. മാധവ് എന്ന പേര്. അവനും ഇതുപോലുള്ള ചിത്രങ്ങളാണ് കൂടുതലും, മ്യൂറൽ അല്ല, ഇതുപോലുള്ള ചിത്രങ്ങളാണ് അവൻ കൂടുതലും വരയ്ക്കുന്നത്. നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും ചുമർ ചിത്രങ്ങൾ പതിപ്പിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവരെ നേരിട്ട് വിളിക്കാനുള്ള നമ്പർ കൂടി ചേർക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.